നമ്മുടെ ഹിന്ദി സിനിമയിലെ ലിപ് ലോക്ക് സ്പെഷ്യലിസ്റ്റ് എന്നോ ബെഡ്റൂം സ്പെഷ്യലിസ്റ്റോ എന്നൊക്കെ പറയാം. 4-5 സിനിമ കൊണ്ട് പുള്ളി ആ ഒരു ഇമേജിൽ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടി പുള്ളി വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സിനിമകളെല്ലാം ഫ്ലോപ്പായിട്ടുണ്ട്. അങ്ങ് ഏറ്റിട്ടില്ല. നമുക്കൊരു ആ ഒരു BSF ജവാനായിട്ട് നമുക്ക് അദ്ദേഹത്തെ അത്രയ്ക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിൽ പലർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. ചുംബന സമരം നടന്ന നാടാണ്. ഈ പബ്ലിക്കായിട്ട് ചുംബിക്കാൻ സമ്മതിക്കില്ല, പിന്നെ പബ്ലിക്കായിട്ട് വേണമെങ്കിൽ സെക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ഗ്രൗണ്ട് സീറോ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മേളിലോട്ട് വന്നതായിട്ട് എനിക്ക് അങ്ങ് തോന്നിയില്ല. എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കാശ്മീരിലെ ഭീകരരുടെ ആക്രമണം, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ യാദൃച്ഛികമായിട്ട് ഇത് കറക്റ്റ് ആ സമയത്ത് തന്നെ ഈ സിനിമ റിലീസ് ചെയ്തു. പൊതുവേ നമുക്ക് ഭീകരരെ പിന്നെ അവരെ സൈന്യം ആക്രമിക്കുന്നതൊക്കെ നമുക്കൊരു ദേശസ്നേഹമൊക്കെ നമ്മളെ മനസ്സിലിങ്ങനെ തോന്നിക്കും. സാധാരണ നമ്മൾ മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഒരുപാട് കരസേന, നാവികസേന, വ്യോമസേന അവരുമായിട്ട് ബന്ധപ്പെട്ട് ഭീകരരെ ആക്രമിക്കാൻ പോകുന്ന സിനിമകളാണ് അധികവും. എനിക്ക് തോന്നുന്നു ഇതിൽ പക്ഷേ വ്യത്യസ്തമായിട്ട് BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതിലെ ജവാന്മാരുടെയും ആ കാര്യം എന്ന് പറഞ്ഞാൽ നടന്ന സംഭവമാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു നടന്ന സംഭവത്തിന് സിനിമ ആക്കിയതുകൊണ്ട് അവർക്ക് കൂടുതൽ ആവശ്യമില്ലാത്ത കൂട്ടിച്ചേർക്കലുകൾ നടത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ആ തിരക്കഥ അതിനെ ശരിക്കും അങ്ങ് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് കൊഴുത്തില്ല. പിന്നെ ഇമ്രാൻ ഹാഷ്മി അദ്ദേഹം നമ്മുടെ ഹിന്ദി സിനിമയിലെ ലിപ് ലോക്ക് സ്പെഷ്യലിസ്റ്റ് എന്നോ ബെഡ്റൂം സ്പെഷ്യലിസ്റ്റോ എന്നൊക്കെ പറയാം. പുള്ളി കഴിഞ്ഞ ഒരു 4-5 സിനിമ കൊണ്ട് പുള്ളി ആ ഒരു ഇമേജിൽ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടി പുള്ളി വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സിനിമകളെല്ലാം ഫ്ലോപ്പായിട്ടുണ്ട്. ഇതും അമ്മാതിരി ഒരു അങ്ങ് ഏറ്റിട്ടില്ല. നമുക്കൊരു ആ ഒരു BSF ജവാനായിട്ട് നമുക്ക് അദ്ദേഹത്തെ അത്രയ്ക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ്. പിന്നെ കശ്മീരിൻ്റെ ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ ആക്രമണമൊക്കെ നടന്ന ആ സ്ഥലത്തിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ബ്യൂട്ടി ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിലൊരു കശ്മീരി ബാലനുമായിട്ട് അവരുമായിട്ടുള്ള ഒരു ഭീകരതയിലേക്ക് പോകുന്നൊരു ബാലനുമായിട്ടുള്ള അയാളുടെ ഒരു അറ്റാച്ച്മെൻറ്റ്, അവരെ നേരെയാക്കാൻ നോക്കുന്നത്, അതൊക്കെ കുറേ കാണിച്ചിട്ടുണ്ട്. പിന്നെ അധികം അവർക്ക് ഇത് ഡൈവേർട്ട് ചെയ്ത് വേറൊന്നും ഈ തിരക്കഥയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് നടന്ന സംഭവത്തിൻ്റെ ഒരു ആവിഷ്കാരം ആയതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ സാധാരണ ഈ ദേശസ്നേഹമായിട്ട് ബോർഡർ അങ്ങനെയൊക്കെയുള്ള പല സിനിമകളിലും നമ്മളെ ഒരു എന്താ പറയുക രോമാഞ്ചമൊക്കെ ഉണ്ടാക്കുന്ന കുറേ പാട്ടുകളൊക്കെ ഉണ്ടാകും. ദേശസ്നേഹം ഉണ്ടാക്കുന്ന നല്ല നല്ല പാട്ടുകളാണ്. പക്ഷേ ഇതിൽ അതുമില്ല. നല്ല നമുക്ക് പറയത്തക്കതായിട്ടുള്ള നല്ലൊരു ഗാനമൊന്നും ഈ സിനിമയിലില്ല. പിന്നെ ഇമ്രാൻ ഹാഷ്മി ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു സൈനികനായിട്ട് നമുക്ക് അത്ര ഭയങ്കരമായിട്ട് ശോഭിച്ചെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അവരെ നമ്മൾ നമിക്കണം. നമ്മളെ വീട്ടിൽ സുഖമായിട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന ഇതേപോലെ കരസേനയിലായാലും ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അവരൊക്കെ അതിർത്തിയിൽ ചെന്ന് നമ്മൾ രാവും പകലും ഇല്ലാതെ അല്ലെങ്കിൽ മഞ്ഞും മഴയും വെയിലും എല്ലാം കൊണ്ട് അവർ ഉറക്കമുളച്ച് കാവലിരിക്കുന്നുണ്ട്. നമ്മൾ സുഖമായിട്ട് നമ്മളെ പോലുള്ളവർ ഇവിടെ കിടന്നുറങ്ങുന്നത്. എന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ പലർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല, പിന്നെ ചുംബന സമരം നടന്ന നാടാണ്. ഈ പബ്ലിക്കായിട്ട് ചുംബിക്കാൻ സമ്മതിക്കില്ല, പിന്നെ പബ്ലിക്കായിട്ട് വേണമെങ്കിൽ സെക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ബോർഡറിൽ കൊണ്ട് ഒരു കുറച്ച് ദിവസത്തേക്ക് അവിടെ കൊണ്ട് നിർത്തണം. അപ്പോൾ ഇവരുടെ ഈ സ്വാതന്ത്ര്യമൊക്കെ അവർക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രൈം ചെയ്യുന്നവരെ നമ്മൾ ജയിലിൽ കൊണ്ടിട്ട് ചിക്കനും മട്ടനും ഒക്കെ കൊടുത്ത് പെരുക്കി വിടുന്ന അങ്ങനെയൊക്കെയുള്ളവരൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ശിക്ഷാ നടപടി ശിക്ഷയല്ല, ഒരിക്കലും ദേശസ്നേഹം അല്ലെങ്കിൽ ദേശത്തെ സംരക്ഷിക്കുന്ന ശിക്ഷയല്ല. പക്ഷേ അവരെയൊക്കെ എനിക്ക് തോന്നുന്നു ഇമാതിരിയുള്ള സ്ഥലത്ത് കൊണ്ട് നിർത്തി കുറേ ദിവസം അവിടെ കൊണ്ട് കിടത്തിയേക്കണം. അപ്പോഴവർക്ക് ഒരു വീണ്ടും വിചാരവും ബോധമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ സിനിമ എന്താ പറയുക, പിന്നെ ഇപ്പം നമുക്ക് ഇപ്പോൾ അറിയാം 2-3 ദിവസം മുമ്പ് നമ്മുടെ ഒരു BSF ജവാനെ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലാണ്. അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഇന്ത്യ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണ്. അവരുടെ ആ ഒരു കഷ്ടപ്പാടും പിന്നെ ഇടയ്ക്ക് അവരോ ട്രാവൽ ചെയ്ത് പോയൊരു സഞ്ചാരി ഇപ്പം കഴിഞ്ഞ ദിവസം ന്യൂസിൽ പറയുന്നതായിട്ട് നമ്മൾ കാശ്മീരിലൊക്കെ പോകുമ്പം അവിടുത്തെ ജനതയ്ക്ക് അവിടുത്തെ സൈന്യത്തിന് ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലുള്ളവരൊക്കെ ഭയങ്കര വിശ്വാസമാണ്. കാരണം അതുകൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ ആക്രമണത്തിൽ അവർ മുസ്ലിം മതത്തിൻ്റെ പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ കശ്മീർ ജനത ജയിച്ചു. ഇവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വാദിക്കുന്ന കശ്മീരിലെ മുസ്ലിംസാണ്. കാരണം അവർക്ക് വേണമെങ്കിൽ ഇന്ത്യ വേണ്ടായിരുന്നെങ്കിൽ കശ്മീരിലെ മുസ്ലിംസിന് പാകിസ്ഥാനിൽ പോകണമായിരുന്നു. അവർക്ക് ഇന്ത്യയിലെ അത്രയധികം കശ്മീരിലെ മുസ്ലിംസ് ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇന്ത്യയിൽ തന്നെ പിടിച്ചിരിക്കുന്നത്. എത്ര കഷ്ടപ്പെട്ടായാലും അവർ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നതും അതെല്ലാം.
പിന്നെ ആ ഒരു ഇതാണ് ജനങ്ങളും ആ ഒരു സൈന്യവും തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റും ബന്ധവും അതെല്ലാം ഈ സിനിമയിൽ കാണിക്കുന്നത്. ആ രീതിയിൽ ഒരു നമുക്ക് വാച്ച് ചെയ്യാം, നമുക്ക് ഒരു ദേശസ്നേഹമുള്ളവർക്ക് ആർക്കും വന്ന് കാണാം. പക്ഷേ സിനിമ എന്നുള്ള രീതി നമ്മൾ കാണുമ്പോൾ സിനിമ അത്ര വലിയ ക്വാളിറ്റിയിലേക്ക് ഉയർന്നില്ല എന്ന് പറയാം.